പഠിക്കുക, അവിടെ ജോലി ചെയ്യുക, അവിടെ പൗരത്വം നേടുക എന്നത് നിരവധി ആളുകളുടെ സ്വപ്നമാണ്. അങ്ങനെ പൗരത്വത്തിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശികൾക്ക് തിരിച്ചടിയാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. US പൗരത്വത്തിനായുള്ള അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അഥവാ DHS നിർദ്ദേശിച്ചിരിക്കുകയാണ്. പേപ്പർ വഴി അപേക്ഷിക്കുന്ന ഫോം N-400ന്റെ ഫീസ് ഒറ്റയടിക്ക് 75% വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഫീസ് വർധനവ് മാത്രമല്ല, കുറഞ്ഞ വരുമാനക്കാർക്ക് ലഭിക്കുന്ന ഫീസ് ഇളവും പൂർണ്ണമായി നിർത്തലാക്കാൻ ഈ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ നീക്കത്തിന് പിന്നിലെ കാരണം എന്താണ്? ഇത് ആരൊക്കെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. US പൗരത്വ അപേക്ഷാ ഫീസിൽ വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. നിയമപരമായി US-ൽ സ്ഥിരതാമസമാക്കിയവർ പൗരത്വത്തിനായി സമർപ്പിക്കുന്ന പ്രധാന അപേക്ഷയാണ് ഫോം N-400. നിലവിൽ പേപ്പർ വഴി അപേക്ഷിക്കാൻ $760 നൽകേണ്ടതെങ്കിൽ പുതിയ നിർദ്ദേശപ്രകാരം അത് $1330 ഉയരും. അതായത് $570 നേരിട്ടുള്ള വർധനവ്. കൃത്യമായി പറഞ്ഞാൽ 75% വർധനവ്. ഇനി നിങ്ങൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിലവിലെ ഫീസ് $710 ഇത് 80% വർദ്ധിച്ച് $1280 മാറും. ഇത് കൂടാതെ പൗരത്വ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അതിനെതിരെ അപ്പീൽ നൽകാൻ ഉപയോഗിക്കുന്ന ഫോം N-336ന്റെ ഫീസും $830 നിന്ന് $1475 വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. വരുമാനം കുറഞ്ഞവർക്കുള്ള ഫീസ് ഇളവുകൾ ഇല്ലാതാകുമോ എന്ന സംശയം പലർക്കുമുണ്ട്. നമുക്ക് നോക്കാം. ഇതിനുത്തരമായി അതെ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് തന്നെയാണ് ഈ നിർദ്ദേശത്തിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യവും. ഫെഡറൽ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനമുള്ള അപേക്ഷകർക്ക് ലഭ്യമായിരുന്ന ഫീസ് ഇളവുകൾ പൂർണ്ണമായും നിർത്തലാക്കാനാണ് DHS നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ളവർക്ക് നൽകിയിരുന്ന $380ന്റെ കുറഞ്ഞ ഫീസ് നിരക്കും ഇനി മുതൽ ഉണ്ടാകില്ല. എന്നാൽ US സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും വിരമിച്ചവർക്കും മാത്രമായിരിക്കും ഫീസിൽ നിന്നുള്ള ഈ ഒഴിവാക്കലുകൾ തുടരുക. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഫീസ് വർധനവ് US സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCISന്റെ പ്രവർത്തന ചെലവ് പൂർണ്ണമായും അപേക്ഷകരിൽ നിന്ന് തന്നെ ഈടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം. പൗരത്വ അപേക്ഷകൾ കൃത്യമായി പരിശോധിക്കുന്നതിനും സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നതിനും വലിയ തുക ചെലവ് വരുന്നുണ്ടെന്ന് DHS വ്യക്തമാക്കുന്നു. മുൻ ഭരണകൂടങ്ങൾ പൗരത്വവും കുടിയേറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫീസുകൾ കുറച്ചു നൽകിയിരുന്നു. എന്നാൽ നിലവിലെ ട്രംപ് ഭരണകൂടം പൗരത്വ പ്രക്രിയ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാനും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുമാണ് താൽപര്യപ്പെടുന്നത്. നിലവിലെ ഫീസ് ഘടന അനുസരിച്ച് പ്രതിവർഷം $600 മില്യൺ ഫണ്ട് കുറവുണ്ടാകുന്നുണ്ടെന്നാണ് ഏജൻസിയുടെ കണക്ക്. ഈ പുതിയ നിയമം എപ്പോഴാണ് നിലവിൽ വരുന്നത്? ഈ നിർദ്ദേശം ഇപ്പോൾ അന്തിമമായി നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഫെഡറൽ രജിസ്റ്ററിൽ ഈ നിർദ്ദേശം പ്രസിദ്ധീകരിച്ചതിന് ശേഷം പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ 60 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ. അതിനാൽ നിലവിൽ അപേക്ഷിക്കുന്നവർക്ക് പഴയ നിരക്കിൽ തന്നെ അപേക്ഷിക്കാം. പൗരത്വത്തിന് യോഗ്യതയുള്ളവർ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന സംശയമാണ് പലർക്കും ഉള്ളത്. നിങ്ങൾ US പൗരത്വത്തിന് അർഹതയുള്ള ആളാണെങ്കിൽ ഈ നിയമം അന്തിമമായി പാസ്സാകുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുന്നതാണ് ബുദ്ധി. കാരണം പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ സാമ്പത്തികമായി വലിയൊരു ബാധ്യതയായി ഇത് മാറും. പ്രത്യേകിച്ച് ഫീസ് ഇളവുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധാരണക്കാരായ വിദേശികൾക്ക്. നിയമപരമായ കുടിയേറ്റത്തിന് പോലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളുടെ ഭാഗമായാണ് ഈ ഫീസ് വർധനവിനെയും വിലയിരുത്തപ്പെടുന്നത്. ഇത് നടപ്പിലാക്കിയാൽ ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഗ്രീൻ കാർഡ് ഉടമകളെ ഈ തീരുമാനം നേരിട്ട് ബാധിക്കുമെന്ന് തന്നെ പറയാം.